വകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ഇന്നത്തെ ഗോസ്പലില് യേശുവിനോട് പത്രോസ് ഒരു ചോദ്യം ചോദിക്കും. കർത്താവ്, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എൻ്റെ സഹോദരനോട്? 7 പ്രാവശ്യം മതിയോ? അങ്ങനെ ചോദിക്കാൻ കാര്യമുണ്ട്. കാര്യം അന്നത്തെ നിയമം അതായിരുന്നു, 7 പ്രാവശ്യമാണ് സഹോദരനോട് ക്ഷമിക്കേണ്ടത്. പക്ഷേ യേശു പറഞ്ഞു 7 അല്ല, 70 പ്രാവശ്യം ക്ഷമിക്കണം. ഇങ്ങനെ യേശു പറയാൻ കാര്യം എന്താണ്? ചില സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യേശു ചില നമ്പേഴ്സൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യും. നിങ്ങളുടെ സഹോദരൻ തെറ്റ് ചെയ്താൽ 2 or 3 സാക്ഷികളെ വിളിച്ചു കൂട്ടി അവനെ തിരുത്തണം. അല്ലെങ്കിൽ യേശു പറയും, നിങ്ങൾ 2 or 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ചില നമ്പേഴ്സൊക്കെ യേശു ചിലപ്പോൾ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സൊക്കെ യേശു യൂസ് ചെയ്യുന്നത്? അതിന് കാരണം കൃത്യമായ തെളിവ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യമാണ്. കാര്യം അതിൽ നമ്മൾ വായിക്കും, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയായിരുന്നുവെങ്കിൽ ലാമക്കിൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരുന്നു. അതായത് 5 തലമുറ കഴിഞ്ഞിട്ടും ആ പ്രതികാരം തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ യേശുവിനറിയാം, ഈ പ്രതികാരം എന്ന് പറയുന്നത്, ക്ഷമയില്ലാത്ത മനസ്സെന്ന് പറയുന്നത് തലമുറകൾ കൈമാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു 7 അല്ല, 70 പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കണം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം, എന്നെ കേൾക്കുന്നവർ അത്ര ക്ഷമിക്കാനുള്ള മനസ്ഥിതിയിലൊന്നും അല്ലായിരിക്കും. കാര്യം ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെ ഇങ്ങനെ തച്ചുടച്ച് കളഞ്ഞ ചില മനുഷ്യർ, നല്ല ഓർമ്മകളെ ഏറ്റവും മോശപ്പെട്ട ഓർമ്മകളാക്കി തീർത്ത ചില മനുഷ്യർ, ജീവിതത്തെ ഏറ്റവും അന്ധകാരത്തിലേക്ക് തള്ളിയിട്ട മനുഷ്യർ, അവരോടൊക്കെ എങ്ങനെ ക്ഷമിക്കാനാണ്? ഒരു ധ്യാനം കൂടിയതുകൊണ്ടോ, ഒരു കുമ്പസാരം നടത്തിയതുകൊണ്ടോ, ഇങ്ങനൊരു ടോക്ക് കേട്ടതുകൊണ്ടൊന്നും ആർക്കും പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ വാക്കുകൾ പറയുന്നത്. നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണം. എങ്ങനെ? പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം മനസ്സിൽ ഓർത്താൽ മതി, ഒരുപാട് നന്മ നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളുടേത്. ഒത്തിരി ശ്രേഷ്ഠമായ ജീവിതമാണ് നിങ്ങളുടേത്. ദൈവിക ഇടപെടൽ എല്ലാ സമയവും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ ഒരു ദൈവിക ചൈതന്യത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായൊരു പുഷ്പമായി ഈ ഭൂമിയിൽ ജീവിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതെല്ലാ പൂക്കളും മനോഹരമാണ്. അങ്ങനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്ന ഓരോ പുഷ്പങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അന്ധനായ ഒരു മനുഷ്യൻ ആ പൂന്തോട്ടത്തിൽ കയറി വന്ന് നമ്മളാകുന്ന ആ പുഷ്പത്തെ ചവിട്ടി അരച്ച് ആ പൂന്തോട്ടത്തിൽ നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് ഉള്ളിൽ വിശ്വസിക്കുമ്പോൾ കരുതിക്കൊള്ളണം, ആ അന്ധത നിറഞ്ഞ മനുഷ്യനാണ് നിങ്ങളുടെ ജീവിതത്തെ തച്ചുടച്ച് കളഞ്ഞത്. ഒരുപക്ഷെ ദേ മേ ബി ബ്ലൈൻഡ്. നിങ്ങളാകുന്ന ആ മനോഹരമായ പുഷ്പത്തെ മനസ്സിലാക്കാതെ പോയതുകൊണ്ട്, നിങ്ങളാകുന്ന ആ മനോഹരമായ പുഷ്പത്തെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അവർ നിങ്ങളെ ചവിട്ടി അരച്ച് കടന്നു പോയതായിരിക്കാം. പ്രേ ഫോർ ദം. അതാണ് എൻ്റെ ഉത്തരം. അവരുടെ അന്ധതയെ മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. കാരണം അവർ ചവിട്ടിയത് പുഷ്പത്തെയല്ലേ, വേരെപ്പോഴും ഉള്ളിലാണല്ലോ. ഇനിയും മനോഹരമായ പുഷ്പം നമ്മളിന്ന് പുഷ്പിക്കാനുണ്ട്. ഇനിയും മനോഹരമായി അനേകർക്ക് കൗതുകമാകാനും മനോഹരമാകാനും ജീവിതം മുന്നോട്ടുണ്ട്. അതുകൊണ്ട് അന്ധത നിറഞ്ഞ ആരോ ഒരാൾ ചവിട്ടിപ്പോയതിനെ ഓർത്ത് എന്തുകൊണ്ട് ഹൃദയം ഇപ്പോഴും വേദനിക്കണം? സന്തോഷത്തോടെ ഇനിയും പൂക്കാനുള്ള കാലത്തെ ഓർത്ത് തളർത്തു വളരട്ടെ. ജീവിതം ഒരിക്കലും വാടിപ്പോകാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എന്നാത്മമിത്രങ്ങൾ പോലും
ദുരിതങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്തഗേഹം ഞാൻ ആശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ.